ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ LED സ്ട്രിപ്പ് നമ്മുടെ വീടിൻ്റെ അകത്ത് സീലിങ്ങിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രൂപക്കൂടിൻ്റെ അടുത്താണ് നമ്മൾ LED സ്ട്രിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ സപ്ലൈ അഡാപ്റ്ററാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. SMBS മോഡൽ വരുന്നുണ്ട്, അല്ലാതെ സാധാ ടൈപ്പ് വരുന്നുണ്ട്. SMBS മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ TVയുടെ ഒക്കെ അകത്ത് വരുന്നത്, അതായത് ഇലക്ട്രോണിക് സാധനങ്ങളുടെ എല്ലാം തന്നെ പവർ സപ്ലൈ ഇപ്പോൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ്. അത്യാവശ്യം വോൾട്ടേജ് വേരിയേഷൻസ് വന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് SMBS മോഡൽ. ആ മോഡൽ SMBS മോഡലാണ് നമ്മൾ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും സേഫ്റ്റിയാണ്. നമുക്ക് ഉപയോഗിക്കുന്ന LED സ്ട്രിപ്പിനൊക്കെ കുറച്ചുകൂടി ലൈഫ് കൂടുതൽ കിട്ടും. ഇത് ഏകദേശം ആ മോഡൽ വരുന്ന SMBS മോഡൽ വരുന്ന പവർ സപ്ലൈ ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 12 വോൾട്ട് 5 ആമ്പിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 60 വാട്ട് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം ലോഡ് ചെയ്യാം. ഇതാണ് വരുന്നത് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത്. ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരു എർത്തിൻ്റെ സിമ്പിൾ, പിന്നെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ AC കൊടുക്കുന്നത്. അതായത് 230 വോൾട്ടേജ് കൊടുക്കുന്നത് അവിടെയാണ് കൊടുക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതതിൻ്റെ ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. 60 വാട്ട് 5 ആമ്പിയർ 12 വോൾട്ട്. സാധാരണ 12 വോൾട്ടാണ് എല്ലാ LED സ്ട്രിപ്പുകൾക്കും വരുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ആ ഒരു അഡാപ്റ്ററിൻ്റെ സൈഡിലായിട്ട് എന്ന് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സെൻട്രലായിട്ട് എർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ന്യൂട്രൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 230 വോൾട്ടിൻ്റെ AC കൊടുക്കേണ്ട സ്ഥലമാണ് കാണുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂട്രൽ കൊടുത്തു, മറ്റേ എന്ന് മാർക്ക് ചെയ്യുന്നത് ഫേസ് കൊടുത്തു, മറ്റേത് എർത്ത് കൊടുത്തു. ഇനി വരുന്നത് V1 V1 V മൈനസ് V മൈനസ് V മൈനസ് V പ്ലസ് V പ്ലസ്, അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ 2 സപ്ലൈ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുന്നത് V1 V പ്ലസ് V മൈനസ് എന്ന് പറയുന്നത് DC വോൾട്ടേജ് ആണ്. 12 വോൾട്ട് DC വോൾട്ടേജ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് LED സ്ട്രിപ്പിന് കറക്റ്റായിട്ട് നോക്കി തന്നെ എടുക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC കൊടുക്കുന്ന സ്ഥലമാണ്. ന്യൂട്രൽ കൊടുക്കുക, എന്ന് മാർക്കുന്ന സ്ഥലത്ത് ന്യൂട്രൽ കൊടുക്കണം. അതായത് ആ കാണുന്ന അഡാപ്റ്റർ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിന് പൊക്കിയതിന് ശേഷം ആ എന്ന് മാർക്ക് ചെയ്തതിൻ്റെ നേരെയായിട്ട് ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാം. ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ ശേഷം അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ വയർ കൊടുക്കേണ്ടത്. അതായത് KCBയിൽ വരുന്ന 230 വോൾട്ടേജ് കൊടുക്കേണ്ടത് അവിടെയാണ്. എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ഫേസ് വയറും കൂടി കൊടുക്കണം. അതായത് ഫേസ് വയറും ന്യൂട്രലുമാണ് നമ്മൾ കൊടുക്കുന്നത്. എർത്ത് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതായത് സ്ക്രൂ ഊരിയതിന് ശേഷം ഇനി എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ്, അതായത് DC വോൾട്ടേജാണ് ഇപ്പുറത്തെ സൈഡ് വരുന്നത്. അതാണ് V പ്ലസ് V മൈനസ് എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് 2 V പ്ലസും 2 V മൈനസും കൊടുത്തിട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് 2 LED സ്ട്രിപ്പുകൾ നമുക്ക് സെപ്പറേറ്റ് ജോയിൻറ്റ് ചെയ്യാതെ ഇതിൽ നിന്ന് തന്നെ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2.5 ആമ്പിയർ വരുന്ന 2 സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് തിരിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി അതല്ല 5 ആമ്പിയറിൻ്റെ ആണ്, ഒറ്റ 5 ആമ്പിയർ വരുന്ന 5 മീറ്ററിൽ വരുന്ന LED സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ലെങ്ത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ സ്ക്രൂ കാണാൻ സാധിക്കും. ഈ സ്ക്രൂവിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ക്രൂ അഴിച്ചതിന് ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വയറുകൾ കൊടുത്തതിന് ശേഷമാണ് കണക്ഷൻ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു കാര്യം സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഏറ്റവും നല്ലത് 1 മീറ്റർ LED സ്ട്രിപ്പിന് ഏറ്റവും കുറഞ്ഞത് 1 ആമ്പിയറെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പിന്നീട് വരുന്ന ബ്ലിങ്കിങ് കാര്യങ്ങൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വോൾട്ടേജ് കുറയുന്ന സമയത്ത് കറണ്ട് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് 1 ആമ്പിയർ 1 മീറ്ററിന് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അഡാപ്റ്ററിനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കണക്ഷൻസും അതിൻ്റെ വാട്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.